മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലുണ്ടെന്നാണ് SITക്ക് ലഭിച്ച വിവരം. കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നതായാണ് SITയുടെ നിഗമനം. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലുണ്ടെന്നാണ് വിവരം. ഇനി അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണോ നീക്കം? തീർച്ചയായും കാർത്തു, അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പോലീസിന്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച അന്വേഷണമാണ് നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായ തെരച്ചിൽ, പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും വേഗം പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ തെരച്ചിൽ നടത്തുന്നത്. അതിന് രാഹുൽ തമിഴ്നാട്ടിലുണ്ടെന്നാണ് SITക്ക് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ SIT ഇന്നലെ പൊള്ളാച്ചിയിലെത്തിയെന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. പുതിയ ഫോണും പുതിയ നമ്പറുമാണ് രാഹുൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് നിന്ന് വെറും 40 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ മാത്രമേ തമിഴ്നാട് ബോർഡർ കടക്കാൻ വേണ്ടിയുള്ള ഒരു സമയമുള്ളൂ എന്നുള്ളതാണ് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ പൊള്ളാച്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIT ആണ് ഇത്തരത്തിൽ കൊണ്ടുപിടിച്ച അന്വേഷണം. രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും വേഗം പിടികൂടുക എന്നുള്ളത് ഒരു ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ SIT പൊള്ളാച്ചിയിൽ എത്തി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ പൊള്ളാച്ചിയിൽ എത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഈ PAമാരെ ചോദ്യം ചെയ്തതിന് നിർണായക വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഈ പോളോ കാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച പോളോ കാർ ഒരു കോൺഗ്രസ് നേതാവിൻ്റേതാണെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. ഇത് ഈ PAമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരം ലഭിച്ചതെന്നാണ് നിഗമനം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ട് തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇനി അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നതായാണ് SITയുടെ നിഗമനം പുറത്തു വരുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.